തന്നെ സ്വന്തം മകളെ പോലെ അനാഥയായി തന്നെ എടുത്തു വളർത്തിയ സ്വന്തം അച്ഛനോട് തന്നെ, അതായത് മൂർത്തിയോട് തന്നെ ജലജ ചെയ്യുന്ന വലിയൊരു ക്രൂരതയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇത് വരാനിരിക്കുന്ന ഒരു സ്റ്റോറിയാണ് കേട്ടോ. അപ്പോൾ ആരും ഫേക്ക് ആണെന്നൊന്നും പറയണ്ട. അങ്ങനെ പറയുന്നവരാണെന്നുണ്ടെങ്കിൽ തമിഴ്, തെലുങ്ക്, ഹിന്ദിയുടെ വേർഷനൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് കണ്ടു നോക്കിയിട്ട് മാത്രം കമൻറ്റ് ചെയ്യാം. അങ്ങനെ ജലജ, അതായത് അനിയുടെയും അനാമികയുടെയും മാരേജൊക്കെ ഫിക്സ് ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ കുറേ ചടങ്ങുകൾ അനന്തപുരിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു പട്ടുസാരി ഉണ്ടല്ലോ, പട്ടുസാരി ഇങ്ങനെ ആ ഒരു കടയോടെ കൊണ്ടുവന്ന് വീട്ടിൽ നിരത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അതിന് ഓരോന്നൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ തന്നെ കനകം ഉണ്ട് കേട്ടോ. കനകമാണെങ്കിൽ നമ്മുടെ നവ്യ ഗർഭിണിയായിരിക്കും, ശരിക്കും ഗർഭിണിയാണ്. അതുകൊണ്ട് തന്നെ അവളെ സഹായിക്കാനായിട്ട്, അവളെ ഒന്ന് നോക്കാനൊക്കെ ആയിട്ട് കനകം വന്നവിടെ നിൽക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ജലജ ഓർക്കാണ്, എങ്ങനെയെങ്കിലും ഈ ഒരു കല്യാണം മുടക്കുകയും വേണം, അതുപോലെ തന്നെ കനകത്തിൻ്റെ മേലെ ആ പഴയും ഇടണം, അതോടെ ആ കിളവൻ തട്ടിപ്പോയാൽ അത്രയും സമാധാനം. ഇങ്ങനെ ഒരേ വെടിയിൽ 3 പക്ഷി എന്നും പറഞ്ഞുകൊണ്ട് ജലജ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിട്ട് ജലജ ചെയ്യുന്ന വലിയൊരു ക്രൂരത എന്താണെന്നറിയാമോ? നമ്മുടെ പട്ടുസാരിയൊക്കെ ഇങ്ങനെ എടുത്ത് ഓരോരുത്തരുടെ കയ്യിൽ ഇങ്ങനെ മാറി മാറി കൊടുക്കുമല്ലോ. അപ്പോൾ ആദ്യമായിട്ട് മുത്തശ്ശിൻ്റെയും കയ്യിൽ വേണം അനാമികയും അനിയും കൂടെ കൂടിയിട്ട് കൊടുക്കാൻ. അങ്ങനെ അവർ കാലേ വീണ് അനുഗ്രഹം മേടിക്കും. അതാണ് ചടങ്ങ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ വിവാഹത്തിനെ ബാധിക്കുമെന്ന് പറഞ്ഞ് എല്ലാവരും വിവാഹം മുടക്കാൻ ശ്രമിക്കുമല്ലോ. അതൊരു കാരണം കൂടിയാണ്. അപ്പോൾ മുത്തശ്ശന് എന്തെങ്കിലും സംഭവിച്ചാലും അതും ഒരു കാരണമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സംഭവമൊക്കെ സംഭവിക്കുന്നത് അത് നമ്മുടെ കനകം ചെയ്തതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അവൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ സാരി കട തന്നെ കൊണ്ടുവന്ന ഹാളിൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതാണ്. എല്ലാവരും വന്ന് ഓരോ സാരികൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ആദർശുണ്ടല്ലോ, ദേവയാനിക്ക് പോലും കൊടുക്കാതെ ഒരു സാരി എടുത്തുകൊണ്ട് വന്നിട്ട് കനകത്തിന് കൊടുക്കുകയാണ്. ഇന്ന് അമ്മയെ സാരി എന്ന് പറയുമ്പം, എന്തിനാ മോനെ എനിക്ക് സാരി എന്ന് പറയുമ്പം, ഇത് എൻ്റെ ഒരു ആഗ്രഹത്തിനാണ്, അമ്മ ഈ സാരി വെച്ചോ, എൻ്റെ അമ്മയ്ക്ക് ഇതിനെ സാരി ഒന്നും വാങ്ങി തന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സാരി കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പം ദേവയാനിക്ക് അങ്ങ് പിടിക്കുന്നില്ല. ജലജ പറയുന്നുണ്ട്, കണ്ടില്ലേ ഏട്ടത്തി, അവൻ സ്വന്തം അമ്മയ്ക്കല്ല, ആ അമ്മായിമ്മയ്ക്ക് അവൻ ആദ്യം സാരി കൊടുക്കുന്നത്, അവൾ അത്രത്തോളം അവനെ മാറ്റിയെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് വന്നിട്ട് നമ്മുടെ നവ്യ വന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന് അമ്മയെ എൻ്റെ വക സാരി എന്ന് പറഞ്ഞ്, മതി മോളെ ഇപ്പം തന്നെ 2 സാരി, എനിക്ക് എന്തിനാ ഇത്ര സാരി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ബില്ല് അഭി പേ ചെയ്തോളും, അമ്മ എടുത്തോന്ന് പറയാണ്. നവ്യ ഈ സമയത്ത് അമ്മയുടെ ഒക്കെ ഭയങ്കര സ്നേഹമായിരിക്കും, നയനോട് നല്ല സ്നേഹമാണ്. ഇപ്പം അത് നമ്മുടെ മലയാളത്തിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞല്ലോ. അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് പോകുന്നൊരു സമയമാണ് കേട്ടോ. അതിനുശേഷം അനിയും അനാമികയും വന്നിട്ട് അവരും കൊണ്ട് കൊടുക്കുന്നുണ്ട് സാരി. അയ്യോ ഇത് എത്ര സാരിയായി, എനിക്ക് മതി എന്ന് പറയുന്നുണ്ട് കനകം. അങ്ങനെ അപ്പോഴേക്കും ജലജ പറയാണ്, കണ്ടില്ലേ വലിഞ്ഞു കയറി വന്നവർക്കൊക്കെ എത്രായിരം രൂപയുടെ പട്ടുസാരിയാണ് കിട്ടുന്നതെന്ന് എന്നൊക്കെ പറഞ്ഞ് അവൾമാരിങ്ങനെ കണ്ണിക്കടിയായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ജസ്റ്റ് ഒരു നാരങ്ങ വെള്ളം പോലെ എടുക്കാൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും കനക ഞാൻ എടുത്തോളാം, നയനമോൾ ഇവിടെ നിന്നോ എന്നും പറഞ്ഞിട്ട് അടുക്കളയിൽ പോയിട്ട് ഇവൾ ഇതെല്ലാം ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ കനക മാറുന്ന സമയത്ത് പോയിട്ട് അച്ഛന് കൊടുക്കുക, അതായത് മുത്തശ്ശിന് മാത്രം കൊടുക്കാനുള്ള സ്പെഷ്യൽ ഗ്ലാസ്സിനകത്ത് പോയിട്ട് BP മരുന്ന് ഇടുകയാണ്. അതായത് BP നോർമലാണല്ലോ, അതുകൊണ്ട് തന്നെ മുത്തശ്ശിന് BP ഷൂട്ടപ്പ് ആവാനുള്ള ടാബ്ലറ്റ് അതിലിട്ട് ഇടുന്നുണ്ട്. അങ്ങനെ അത് ആരും കാണാതെ അവിടെ തന്നെ ഇട്ട് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ജലജ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും അറിയാതെ കനകം ബാക്കി എല്ലാവർക്കും കൊണ്ട് സെർവ് ചെയ്യുന്നുണ്ട്. അതിന് കൂടെ തന്നെ മുത്തശ്ശിന് സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കുന്നത്, അതും കൊണ്ട് മുത്തശ്ശിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിന് ഇതൊക്കെ കുടിക്കുന്നതിന് കേട്ടോ. അങ്ങനെ അനാമികയ്ക്ക് ഓരോ ഡ്രസ്സ് ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കി സെലക്ട് ചെയ്യുന്നുണ്ട്. തമിഴിൽ എനിക്ക് അനാമികനെ ഭയങ്കര ഇഷ്ടമായിരിക്കും, അതുകൊണ്ട് തന്നെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടായിരിക്കും ഈ ഒരു സീനൊക്കെ നടക്കുന്നത്. അവനിങ്ങനെ അവളുടെ ദേഹത്തെ സാരിയൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുന്നൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ മലയാളത്തിൽ അവൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു സീനൊക്കെ കട്ടാവാനാണ് സാധ്യത. ഇങ്ങനെ സാരി എടുത്ത് സെലക്ട് ചെയ്തൊക്കെ നോക്കിയിട്ട് ഓരോ കളറുകൾക്ക് മാച്ച് ആണെന്നൊക്കെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഉള്ള ഓരോ ജോഡി ഡ്രസ്സ് എടുത്തതിന് ശേഷം അവർക്ക് കൊടുത്ത് അനുഗ്രഹം മേടിക്കുക എന്ന് പറയുന്നുണ്ട് ജാനകി. അങ്ങനെ നമ്മുടെ അനാമികയുടെ അമ്മയും അച്ഛനും ഉണ്ട് കേട്ടോ അവിടെ, അവരും വന്ന് നിൽപ്പുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഈ ഡ്രസ്സ് കൊണ്ടുപോയി മുത്തശ്ശിനെയും കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് അനുഗ്രഹം മേടിക്കാൻ കുനിയുന്നുണ്ട്. ആ ഒരു സമയത്താണ് ആ ഒരു BP ടാബ്ലറ്റ് വർക്ക് ചെയ്യുന്നത്. ഒരു കുഴപ്പമില്ലാതെ മുത്തശ്ശിന് പെട്ടെന്ന് പ്രഷർ കയറി തല കറങ്ങി. അപ്പോഴേക്കും എല്ലാവരും കൂടി ചെന്ന് പിടിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ താഴെ വീഴുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മുത്തശ്ശിനെ എല്ലാവരും പിടിച്ച് സെറ്റിൽ കിടത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഡോക്ടറെ വിളിച്ച് വരുത്തുന്നുണ്ട്. ഡോക്ടർ അങ്ങോട്ടേക്ക് വന്ന് ചെക്ക് ചെയ്തിട്ട് പറയാണ്, പെട്ടെന്ന് അദ്ദേഹത്തിന് പ്രഷർ കൂടിയതാണല്ലോ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ,
നോർമൽ റേഞ്ചിൽ നിൽക്കുമായിരുന്നല്ലോ, പിന്നെ എന്തോ ഒരു ഇത്ര പെട്ടെന്ന് അങ്ങ് ഷൂട്ടപ്പ് ആവാനെന്ന് ചോദിക്കുന്നുണ്ട്. എന്താ രാവിലെ ഫുഡൊക്കെ കഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞ ഡയറ്റിലുള്ള ഫുഡ് തന്നെയാണ് കഴിച്ചതെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രഷർ വരാൻ ഒരു സാധ്യതയും ഇല്ലല്ലോ എന്ന് പറയാണ്. ഇനി ഇപ്പം വേറെ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുമ്പം നാരങ്ങ വെള്ളം കുടിച്ചു എന്ന് പറയുന്നുണ്ട്. നാരങ്ങ വെള്ളത്തിലും ഉപ്പ് നോർമൽ എന്ന് ചോദിക്കുമ്പോൾ അതേ ശകലമായിട്ടുള്ളൂ അദ്ദേഹത്തിന് സ്പെഷ്യലായിട്ട് ഇട്ടാന്ന് കനകം പറയുന്നുണ്ട്. അങ്ങനെ ചെറിയ അളവിലുള്ള ഉപ്പൊന്നും ഇത്രയ്ക്കും പ്രഷർ കൂടാനുള്ള സാധ്യതയൊന്നുമില്ല, മറ്റെന്തെങ്കിലും കാരണമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് ശൈലജ എല്ലാവരും ഇങ്ങനെ ആലോചിക്കുന്ന കാണുമ്പോൾ അവൾ പറയാണ്, അല്ല ഇവൾ മുത്തശ്ശനാണെന്ന് പറഞ്ഞിട്ട് ഉപ്പ് കൂട്ടിയിട്ട് കാണും എന്ന് പറയാണ്. കനകം പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയായി പറഞ്ഞേ, ഞാൻ അദ്ദേഹത്തിനോട് അങ്ങനെയൊക്കെ ചെയ്യുമോ, അദ്ദേഹം ദൈവത്തെ പോലെ ഞങ്ങൾ കാണുന്നത്, അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട്. ജലജ പറയണ, വേണ്ടടി എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഈ കല്യാണം മുടക്കാൻ മനഃപൂർവ്വം അവൾ ചെയ്തതാ. കണ്ടില്ലേ അനാമികയും മനയും ആ ഡ്രസ്സ് കൊടുക്കാൻ പോയ സമയത്ത് തന്നെ മുത്തശ്ശൻ തലയിറങ്ങി വീണു, അതും ഈ കല്യാണത്തിനൊരു തടസ്സം തന്നെയാ എന്ന് പറയുന്നുണ്ട്. ഈ കല്യാണം നടക്കാൻ പാടില്ല എന്ന് ജലജ പറയാണ്. ജാനകി ചോദിക്കുകയാണ്, ഇടയ്ക്കിടയ്ക്ക് ജലജ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഈ കല്യാണം നടക്കാൻ പാടില്ല എന്ന്, നിനക്കിത് എന്തിൻ്റെ കേടാ എന്ന് പറയുന്നുണ്ട്. ഡോക്ടർ പറയണം, എന്തായാലും ഇദ്ദേഹത്തിന് ഇഞ്ചക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇദ്ദേഹത്തെ അതുപോലെ സൂക്ഷിക്കണം എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും ജലജ പറയണം, ഞാൻ അപ്പളേ പറഞ്ഞല്ലേ ഇവളെ പോലുള്ളമാരൊന്നും വീട്ടിൽ കയറ്റില്ലെന്ന്, ഇപ്പം എങ്ങനെയുണ്ട്, നാരങ്ങ വെള്ളത്തിനകത്ത് എന്തോ കലക്കി കൊടുത്ത എന്നൊക്കെ പറയുമ്പോഴേക്കും കനകവും നവ്യനായ ഞെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആദർശം വന്നിട്ട് സൈഡ് പിടിച്ച് പറയുന്നുണ്ട്, ദേ അപ്പച്ചി മര്യാദയ്ക്ക് സംസാരിക്കണം, അങ്ങനെയുള്ളവരൊന്നും അല്ല ഇവർ, മുത്തശ്ശനെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരൊന്നും ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. നയനേനെ ഇപ്പോൾ ഇവിടെ പിടിച്ചിരുത്തിക്കുന്നത് തന്നെ അവളുടെ അമ്മ തന്നെയാണ്. മുത്തശ്ശന് അസുഖമായതുകൊണ്ട് എൻ്റെ മോൾ ഇവിടെ കിടന്ന് മോൾക്ക് ബുദ്ധിമുട്ടാണെങ്കിലും നിൽക്കണമെന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ്. അങ്ങനെയുള്ളവർ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയണം, അതിൻ്റെ പേരിൽ ഇനി ഒരു അടി വേണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവന് സപ്പോർട്ട് സംസാരിച്ചപ്പോൾ തന്നെ ജലജ വായടച്ച് നിൽക്കുകയാണ്. കനകത്തിനൊക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഇങ്ങനെ അവൻ സൈലോട്ട് സംസാരിച്ചപ്പോൾ. പക്ഷെ ഇത് കാണുന്ന ദേവ്യാനിക്ക് നല്ല കലിപ്പാവുന്നുണ്ട്. മുത്തശ്ശനാണെങ്കിൽ പറയാണ്, അത്രയ്ക്ക് ഉപ്പൊന്നും ഇല്ലായിരുന്നു, സാധാ ടേസ്റ്റിലേ ഉള്ളായിരുന്നു, നല്ല നാരങ്ങ വെള്ളമായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു, പിന്നെ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും, മനുഷ്യനല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ജലജ പറയണ, ഇല്ല അച്ഛാ ഇതൊന്നും അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ജലജയോട് പറയുന്നുണ്ട്, നീ എനിക്ക് കുറച്ച് സമാധാനം തരാമോ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശൻ. ജലജ ഇവിടൊന്നും മിണ്ടാതിരിക്കുകയാണ്. കനകവും ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ജാനകി പറയാണ്, ആരും ഒരു കാരണം കൊണ്ട് വിഷമിക്കേണ്ട, മുത്തശ്ശന് വയ്യാതെ വന്നെന്നും പറഞ്ഞിട്ട് ഈ കല്യാണത്തിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല, അച്ഛൻ്റെ അനുഗ്രഹം അവർക്ക് രണ്ടുപേർക്കും ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശി പറയണം, അതെ ജാനകി പറഞ്ഞു തന്നെയാണ് ശരി, ഈ വിവാഹത്തിന് ഒരുപാട് മുടക്കങ്ങൾ വന്നു, എങ്കിലും അത് നടക്കണം എന്ന് തന്നെ എനിക്ക് ദൈവനിശ്ചയം, അല്ലെങ്കിൽ ഇതിങ്ങനെ മുമ്പോട്ട് പോകില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും അവരൊന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഓരോ ഡ്രസ്സൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇതേ സമയത്തിന് ആദർശ് നയനയ്ക്കും ഒരു സാരി സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നയന നല്ല രസമുണ്ട് കാണാനെന്ന് പറയുമ്പം, ഇത് വില കുറഞ്ഞതാണ്, ഞാൻ ഇതിൽ കൂടുതൽ എടുത്തു തരാമെന്ന് പറയുമ്പോൾ, വേണ്ട എൻ്റെ ഹസ്ബൻഡ് ആയിട്ട് ഇഷ്ടപ്പെട്ട് മേടിച്ച് തരുന്നതല്ലേ, ഇനി അതിന് വിലയൊക്കെ തീരെ കുറവാണല്ലോ, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അത് തന്നെ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ ജലജ ഓർക്കാണ്, ഈ പ്ലാനും ചീറ്റിപ്പോയല്ലോ, ആ കിളവൻ തട്ടിപ്പോകുന്ന ഓർത്തേശ ഇങ്ങനെയൊക്കൊന്നും ഒരു കുഴപ്പവും വരുത്തുമില്ല, എല്ലാ പഴിയും എൻ്റെ മല്ല ഉണ്ടാക്കി വീഴുകയും ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് അവളവിടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതുപോലെ വരാനിരിക്കുന്ന എല്ലാ സ്റ്റോറീസും ഡെയിലി റിവ്യൂസും ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ് ആവാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.